ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങൾ മുമ്പിലെത്തുവാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ബുക്ക് ഓഫ് ലൂഡിലൂടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ മൂന്നും ഒന്നാക്കുന്നു. ഏതാണ്? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്നുള്ള ആ വ്യവസ്ഥയെ മൂന്നും ഒന്നാക്കുന്നു എന്നുള്ള ഭാഗത്തെ കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയാറുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ അതിന്റെ ബാക്കി ഭാഗം ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് 2-3 കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് നമുക്ക് മടങ്ങി വ്യക്തമായിട്ട് ആ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം. നമ്മുടെ ദൈവമാകുന്നു യാഹ്വേ ഏകൻ തന്നെ. ട്രിനിറ്റേറിയന്റെ വിശ്വാസം അനുസരിച്ച് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആ ശരി എക്സ്പ്ലനേഷൻ തിയററ്റിക്കലി പറഞ്ഞാൽ God the Father, God the Son and God the Holy Spirit. Thus, three hypostases. God the Father on hypostasis ആണ്. നമുക്കതിനൊരു വ്യക്തിയെന്നോ ഒക്കെ വ്യാഖ്യാനം കൊടുക്കാം. 3 hypostases in one ousia, ousia, ഉസ്യ. അതിൻ്റെ അർത്ഥം സാരാംശം. ഗ്രീക്ക് വേർഡ് അതാണ്. അപ്പോൾ 1 ഒസിയ 3 ഹൈപ്പോസ്റ്റാസിസ്, 3 ഹൈപ്പോസ്റ്റാസിസ് ഒരു സാരാംശത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലായ ഫെയ്ത്ത്. അതിന് വിപരീതമായ ഫെയ്ത്ത് ഒന്നും ട്രിനിറ്റിയുടെ അല്ല. ഇതിനിടയ്ക്ക് ചിലതരം വാദങ്ങൾ ഉയരാറുണ്ട്. അതെന്താണെന്ന് അറിയില്ല. യേശുവിനെ കുറിച്ചുള്ള ചില പരാമർശം ഞാനോർത്ത് നിങ്ങൾ ആരെങ്കിലും ചില പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, ആരാണ് ക്രിസ്തു എന്നതിന്. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? യാഹ്വേ, അതായത് അദ്ദേഹം എടുത്ത വാക്യം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞ വാക്യം ഏതാണ്? ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത്, അല്ലെ? യാഹ്വേ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം എന്ന് പറയുന്നത്. 6-ാം അധ്യായം 4-ാം വാക്യം. ഇസ്രായേലിനെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം പറയുന്ന ട്രിനിറ്റേറിയൻ ഫെയ്ത്ത്. അദ്ദേഹം ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ അതെന്താണ്? ട്രിനിറ്റേറിയൻ ഫെയ്സ് അല്ലെങ്കിൽ ട്രിനിറ്റേറിയൻ വിശ്വാസം അല്ലെങ്കിൽ ത്രിമൂർത്തി വിശ്വാസം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ട്രിനിറ്റേറിയൻ വിശ്വാസം എന്ന് പറയുന്നത്. അതായത് 3 പേർ കൂടിയ ദൈവം. അദ്ദേഹം കാലാകാലങ്ങളായിട്ട് പ്രസംഗിച്ചു വരുന്ന ഒരു കാര്യമാണ് ഈ ട്രിനിറ്റേറിയൻ എന്ന പദം, അല്ലെ? ട്രിനിറ്റേറിയൻ ബിലീവ് അല്ലെങ്കിൽ ട്രിനിറ്റേറിയൻ വിശ്വാസം. അപ്പം ട്രിനിറ്റേറിയൻ വിശ്വാസം അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? ഈ ലോകത്തിൽ നിന്ന് കിട്ടി. അതാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്തിൽ, അതായത് എല്ലാവരും ട്രിനിറ്റേറിയൻ വിശ്വാസം അനുസരിച്ച്. അപ്പൊ ട്രിനിറ്റേറിയൻ വിശ്വാസം ആരാണ് പഠിപ്പിച്ചത്? യേശു ക്രിസ്തു പഠിപ്പിച്ചു? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു? പഠിപ്പിച്ചിട്ടില്ല. മോശ പഠിപ്പിച്ചു? ഇല്ല. ഇവരാരും പഠിപ്പിച്ചില്ല ഈ ട്രിനിറ്റേറിയൻ വിശ്വാസം. അപ്പൊ അദ്ദേഹം പറയുന്നു ദ ഫാദർ, സൺ, ദ ഹോളി സ്പിരിറ്റ്. ഇങ്ങനെ 3 പേരാണെന്നാണ് അദ്ദേഹം പറയുന്നത് ട്രിനിറ്റേറിയൻ വിശ്വാസം അനുസരിച്ച്. അപ്പൊ ട്രിനിറ്റേറിയൻ വിശ്വാസം ഫോളോ ചെയ്യുന്ന ആള് അത് പറഞ്ഞാൽ മതി. അല്ലാതെ ബൈബിളുമായി യാതൊരു ബന്ധവും അല്ലെങ്കിൽ ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു വിശ്വാസമാണ് അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞത്. പിന്നെ എന്തിനാണ് ഈ ഏകത്വത്തെ പിടിച്ചത്? ഏകത്വത്തെ പിടിക്കുമ്പോ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. കാരണം ഈ 6-ാം അധ്യായം 4-ാം വാക്യത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ട്രിനിറ്റേറിയനുമായിട്ട് കൂട്ടിച്ചേർക്കാനുള്ളതല്ല. പിന്നെ അദ്ദേഹം അതിനിടയ്ക്ക് യാഹ്വേ വിറ്റ്നസിനെയും അതുപോലെ തന്നെ യേശുനാമം എന്ന് പറയുന്ന ഭാഗത്തെയും കളിയാക്കുന്നതുണ്ട്. അപ്പം ഇതെല്ലാം അദ്ദേഹം ട്രിനിറ്റേറിയനാണെങ്കിൽ അദ്ദേഹത്തിന് അത് പറഞ്ഞാൽ പോരെ? അദ്ദേഹത്തിന് മറ്റുള്ളവരെ ചെയ്യേണ്ട കാര്യമല്ലോ ഉണ്ട്. മറ്റൊരു ദുരുപദേശമാണ്, ഇത് ശരിയാണ് എന്ന് പറയേണ്ട കാര്യമുണ്ടോ അദ്ദേഹത്തിന്? ഇല്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം ഏതാണ്? അദ്ദേഹം വിശ്വസിക്കുന്ന ട്രിനിറ്റിയാണ്. അദ്ദേഹം അത് പറഞ്ഞാൽ പോരെ? മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണെന്ന് പറയേണ്ട കാര്യം വല്ലതും അദ്ദേഹത്തിനുണ്ടോ? ഇല്ല.
കാരണം ദൈവവചനം എന്ത് പറയുന്നു അതാണ് സത്യം. ട്രിനിറ്റിയോ അല്ലെങ്കിൽ യഹോവ സാക്ഷിയോ അല്ലെങ്കിൽ യേശുനാമമോ ദൈവവചനത്തിലില്ല. ദൈവവചനം പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എന്താണ്? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അത് പറയുമ്പോൾ 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും പറയാനായിട്ട് യാതൊരു അവകാശവും ആർക്കുമില്ല. ഇപ്പോൾ പറയുന്ന അനിൽ കൊടുത്തോടം പാസ്റ്റർക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. അല്ലേ? അതവിടെ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 പേരെന്ന് പറയുന്നില്ല, 3 പേർ കൂടിയതാണെന്നും പറയുന്നില്ല. പറയാത്ത കാര്യമാണ് തൃത്വം എന്ന് പറയുന്ന വിശ്വാസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതിനു വേണ്ടി അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന മറ്റുള്ള വിശ്വാസങ്ങൾ, അതായത് എല്ലാവരും വിശ്വസിച്ച് വരുന്ന അതാണ്. എല്ലാവരും അതൊന്നും വിശ്വസിക്കുന്നില്ല. ചിലർ വിശ്വസിക്കുന്നു, യഹോവ സാക്ഷിത്വം വിശ്വസിക്കുന്നു, ചിലർ യേശുനാമത്തിൽ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നു എന്താണ്, ഈ പറഞ്ഞ ട്രിനിറ്റിയാണ് ദൈവം, 3 പേർ കൂടുന്നതാണ്. ചിലർ ദൈവവചനം കറക്റ്റായി വിശ്വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലനും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത് എന്താണ് അത് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. കാരണം ഇദ്ദേഹം പറയുന്നത് എന്താണ്? തത്വചിന്തയാണ്. കാരണം ആർക്കും ഉണ്ടായ തത്വചിന്ത, അത് കുറെ അങ്ങോട്ട് നമ്മൾ കുറെ വീഡിയോ അങ്ങോട്ട് സഞ്ചരിച്ച് കഴിയുമ്പോൾ അറിയൂസിന് അങ്ങനെ ഉണ്ടായി, അറിയൂസിന് തെറ്റ് സംഭവിച്ചു എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. പലരുടെയും കഥകൾ എടുത്ത്, അല്ലെ, കിളവിക്കഥകൾ എന്നൊക്കെ പറയുന്ന കഥകൾ എടുത്തുകൊണ്ട്, ഇങ്ങനെ പഴയ കഥകളൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇങ്ങനെയാണ് അത് ഉണ്ടായത്, ഇതിങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പം 6:5 വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. 3 പേരാണെന്നുള്ളതല്ല, ഒരാളാണ് എന്നുള്ള കാര്യമാണ് നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കണം, നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അല്ലെ? ഇപ്പൊ അൻകൊടുത്തോളം പാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പഠിപ്പിക്കുന്നത് തന്നിന്ന് കേൾക്കുന്ന തന്റെ വിശ്വാസികളോട് താൻ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ദൈവം 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും 3 പേർക്കും ദൈവത്വം ഉണ്ടെന്നുമാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലില്ല. അപ്പൊ യാഹ്വേ എന്ന് എടുക്കരുത്. എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം എടുക്കേണ്ട 28:19 പോകേണ്ടത്. 3 പേരുണ്ടെന്നും 3 വ്യക്തികളും ഉണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. ഏകെന്ന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ല. കാരണം അദ്ദേഹം ട്രിനിറ്റേറിയൻ ആണ്, തൃത്വം പഠിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാനായിട്ട് യാതൊരു അവകാശമില്ല. ഏകൻ എന്ന് പറയുവാൻ അദ്ദേഹത്തിന്, ഏകൻ എന്ന് പറഞ്ഞാൽ ഏകൻ എന്ന് തന്നെയാണ്. അപ്പൊ മറ്റൊരു 3 കൂട്ടി പറയുവാൻ അദ്ദേഹത്തിന് പാടില്ല എന്നുള്ളതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നീ അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. എന്താണ്? ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ദൈവം ഏകനാണ് എന്നാണ്. പല വീടുകളിലും വേണ്ടി നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ ത്രിയേക ദൈവം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, 3 പേർ കൂടിയ ദൈവം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അദ്ദേഹം പിന്നെയും അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. നീ അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അല്ലെ? ഏക ദൈവമാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലന് ആ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ അനിക്കൊടുത്തോട്ടും പാർശ്വ പഠിപ്പിക്കുന്ന എന്താണ്? വളരെ തെറ്റാണ്. അദ്ദേഹം ട്രിനിറ്റി വിശ്വസിക്കുന്നെങ്കിൽ ട്രിനിറ്റിയുടെ കാര്യമാണ്. ട്രിനിറ്റി എന്താണ്? ഒരു മതപരമാണ്, അഭിപ്രായമാണ്. അഭിപ്രായത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞ ഒന്ന് മാത്രമാണ്. ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. കാരണം ഇതെന്താണ്? ലോകജ്ഞാനമാണ്. അല്ലെ? ലോകജ്ഞാനത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ലോകത്തിന്റെ ജ്ഞാനം, അല്ലേ? അപ്പോ നമ്മള് ഈ ലോകത്തിലെ ജ്ഞാനം പിടിക്കേണ്ടവരാണോ? അല്ലെ? ദൈവത്തിന്റെ ജ്ഞാനം സ്വീകരിക്കേണ്ടവരാണ്. അല്ലെ? ലോകത്തിന്റെ ജ്ഞാനമാണോ? ലോകത്തിൽ എല്ലാവരും ട്രിനിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ ആ ട്രിനിറ്റിയിൽ
വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരാണോ നമ്മൾ ഓരോരുത്തരും? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എന്ത് ഇതിനകത്തുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ലോകവുമായിട്ട് ചേർന്ന്, അല്ലെ, നമുക്ക് ലോകത്തിന്റെ ചിന്ത എന്താണെന്ന് ദൈവവചനത്തിൽ പറയുന്നുണ്ട്, അല്ലെ? അപ്പോ അവിടെ നമ്മൾ വായിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്ന് ആത്മാവിനെ അത്രേ നമ്മൾ പ്രാപിച്ചത്. അതായത് മനുഷ്യനുള്ളത് മനുഷ്യാത്മാവ്, അല്ലാതെ മനുഷ്യനിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒട്ടുമിക്ക ആളുകളും ട്രിനിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൽ വിശ്വസിക്കുന്നു, ഇതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസവുമായി ദൈവവചനത്തിന് യാതൊരു വിഷയമില്ല. കാരണം മജോറിറ്റി ഓഫ് പീപ്പിൾ എന്താണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ഞാനും ഇത് ഫോളോ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ആ പ്രസംഗത്തിലുടനീളവും പറഞ്ഞിരിക്കുന്നു. അതെ, അപ്പം ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താണ്? നശിച്ചു പോകുന്നതാണ്. അപ്പൊ 1 കൊരിന്ത്യർ 2:6 നമ്മൾ പറയുന്നത്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരുടെ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന് മുമ്പിൽ പോഷ്കാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ലോകത്തിന്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ പോഷ്കാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മജോറിറ്റി ഓഫ് പീപ്പിൾ, അതായത് കൂടുതൽ ആളുകൾ അത് വിശ്വസിക്കുന്നത് കൊണ്ട് താനും അത് ഫോളോ ചെയ്യുന്നു, താൻ അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആദ്യം തന്നെ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്നാലും ഈ കൽപ്പനയെ അദ്ദേഹത്തിന് മറക്കാൻ പറ്റത്തില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കൽപ്പനയെ അദ്ദേഹത്തിന് മറക്കാൻ പറ്റത്തില്ല. കാരണം തെറ്റാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും ഈ കൽപ്പന അദ്ദേഹത്തിന് മറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ആവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇസ്രായേലിലെ കേൾക്ക, യാഹുവേ നമ്മുടെ ദൈവമാകുന്നു. അപ്പൊ അത് വിട്ടുകളയാനും പറ്റുകയില്ല, തൃത്വമൊന്ന് പറയാതിരിക്കാനും ഒക്കത്തില്ല. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ പ്രശസ്തിയും കാര്യങ്ങളും എല്ലാം എന്തുകൊണ്ടാണ്? തൃത്വം പറയുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത്രയും കിട്ടുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് എന്താണ് പറയാ, അത്രയും പ്രശസ്തിയും കാര്യങ്ങളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുകയില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായ കാര്യം തന്നെയാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ദൈവവചനം പറഞ്ഞിരിക്കുന്ന ദൈവം എന്താണ്? ഏക ദൈവമാണ്, ഏക സത്യ ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നുള്ളൂ. ആ ദൈവവചനം അതിനെക്കുറിച്ച് പറയുവാനേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ്, അല്ലെ? അപ്പോ അത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തില് ദൈവത്തിന്റെ പേര് അല്ലെങ്കിൽ സംജ എന്ന് പറയുന്ന സംജ നാമമായിട്ട് പറഞ്ഞിരിക്കുന്ന യഹോവ എന്താണ്? ദൈവം പിന്നെയും മോശയുടെ നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇത് എന്നേക്കും എന്റെ നാമവും തലമുറയായി എന്റെ ജ്ഞാപകവുമാകുന്നു എന്ന് അവിടെ കാണുന്നു. അപ്പൊ ഈ പേരിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ മോശയുടെ ദൈവത്തോടുള്ള പേര് നമ്മൾ ദൈവം ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു, നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. പുറപ്പാട് 3:17 ഞാനാകുന്നു. ഈ വാക്യം പിന്നീട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഞാനാകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അവനാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പറയുന്നത് എന്താണ്? ലോകജ്ഞാനമാണ്, ഇത് ഫിലോസഫി. നമ്മളത് വീഡിയോ മുഴുവൻ കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്ന തത്വജ്ഞാനമാണ്. തത്വജ്ഞാനം കൊണ്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്.
ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാണ് ഈ തൃത്വവും ത്രിയേകവും എന്ന് പറയുന്നത്. അല്ലെ, 3 പേരുണ്ട്. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 ടൈറ്റിലുകൾ ഉള്ളത് കൊണ്ട് അവിടെ 3 പേരുണ്ട് എന്ന് ചിന്തിക്കുന്നത് തത്വചിന്തയാണ്. ആ തത്വചിന്തകൾക്ക് അപ്പുറമായി ദൈവത്തിന്റെ വചനം പഠിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലേ? അപ്പം കർത്താവിന്റെ മനസ്സുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ കർത്താവിന്റെ എന്താ പറയുക, ആത്മാവുള്ളവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഏകരക്ഷകനേ ഉള്ളൂ, ഏക ദൈവമേ ഉള്ളൂ, 2 രക്ഷകനില്ല. അല്ലേ? യഹോവയായ ദൈവം പറയുന്നു പഴയ നിയമത്തിൽ, ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തി അയച്ചു എന്ന അർത്ഥത്തിലല്ല അതവിടെ സംഭവിക്കുന്നത്. ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് മനുഷ്യനെ രക്ഷിച്ചു, അല്ലെങ്കിൽ മനുഷ്യനെ രക്ഷിക്കായി അവൻ ഒരു നാമമെടുത്ത് ഭൂമിയിൽ ഇറങ്ങി വന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. അല്ലെ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനായിട്ട് വെളിപ്പെട്ടു. അല്ലെ? അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കണം, ഈ പറയുന്ന 2ഉം 3ഉം വ്യക്തികളൊന്നും ദൈവത്തിലില്ല. കാരണം ദൈവം എന്തുകൊണ്ടാണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന സംജാതയിൽ അറിയപ്പെടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, പിതാവെന്ന് പറയുമ്പോൾ അവൻ സർവ്വജഡങ്ങളുടെ ഉടയവനായതുകൊണ്ട് തന്നെ പിതാവെന്ന് വിളിക്കുന്നു. വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അവൻ എന്താണ്? പുത്രൻ, അല്ലെങ്കിൽ പുത്രത്വം എന്തിനെ കാണിക്കുന്നു? വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം ആത്മാവാണ് എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു തന്നെ പറയുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന്. അപ്പോ ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ബുക്ക് ഓഫ് ലോഡ് ഇനി അടുത്ത എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അതുവരെ ഈ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.